ഈ റൈറ്റർ എന്നുള്ള രീതിയിൽ ഈ പലരെയും ശ്യാം പുഷ്കറിനെ വിഷ്വലി സിനിമകൾ എഴുതിയതിന്റെ ഒരു പയനിയറായിട്ട് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അതിനു മുമ്പ് വരെയുള്ള മലയാള സിനിമ കുറച്ചുകൂടി ഡയലോഗ്സിലാണ് റിലേ ചെയ്തിരുന്നത്. ശ്യാം പുഷ്കറിന്റെ അവിടെ നോക്കിയിട്ടാണ് അത് കുറച്ചുകൂടി വിഷ്വലി ആവുന്നതെന്നൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട് സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ. ശ്യാം പുഷ്കർ എന്നുള്ള റൈറ്ററിനെ രവീന്ദ്രൻ സാർ എങ്ങനെ കാണും? ഇറ്റ്സ് എൻ എക്സ്ട്രാ ഓർഡിനറി. എനിക്ക് തോന്നുന്നു 2 നാഷണൽ അവാർഡ് വിന്നറല്ലേ. പിന്നെ ഞാൻ അദ്ദേഹത്തിനെ വിലയിരുത്തി, നിങ്ങൾ എന്തൊരു പാർട്ടിയാണ് ആലോചിച്ചത്. എനിക്കൊരു റീ എൻട്രി എന്ന ഒരാളെ ഞാൻ എന്ത് രീതിയിലാണ് വിലയിരുത്തേണ്ടതെന്നൊന്ന് പറഞ്ഞതാണ്. അത് ഞാൻ ആ രീതിയിൽ പറയാം. 2 വർഷം നാഷണൽ അവാർഡ് കിട്ടിയേക്കണ ജനങ്ങളുടെ ഇടയിലേക്ക് അത്രയധികം കുമ്പളങ്ങി നൈറ്റ്സ് പോലത്തുള്ള സിനിമയിലൂടെ വന്ന് ജനങ്ങളെ വന്നിട്ട്, അതേപോലെ തന്നെ മഹേഷിൻ്റെ പ്രതികാരം, ഇടുക്കി ഗോൾഡ്, ഇത്തരം അതേപോലെ ലൈക്ക് 22 ഫീമെയിൽ, വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ കാഴ്ചവെച്ച എഴുതിയിട്ടുള്ള ഒരാളാണ് ആക്ച്വലി ശ്യാം പുഷ്കർ. ഞാൻ എന്ത് രീതിയിൽ വിലയിരുത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമുക്കത് വേറൊരു പ്രോഗ്രാം ചെയ്യാം. ഞാൻ സിനിമയെക്കുറിച്ചിട്ടുള്ള ക്ലാസ് എടുക്കുന്നതുകൊണ്ട് അത് ഷുവറായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ 100% നമുക്ക് ഫാമിലി സ്റ്റോറീസ് പറയുവാണെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സ് വന്നിട്ടുള്ള ഒരു ഫാമിലി സ്റ്റോറി അല്ലേ. ശ്യാം പുഷ്കറിന്റെ കാഴ്ചപ്പാടിലൂടെയുള്ള ഒരു ഫാമിലി സ്റ്റോറി അല്ലേ. പിന്നെ വിഷ്വലി അഫ്കോഴ്സ് വിഷ്വലി എഴുതുന്നതിനേക്കാളും കൂടുതൽ പുള്ളി അദ്ദേഹം നോക്കുന്നത് എക്സാക്ട് ദ മിസ്സിംഗ് സീൻ എന്ന് പറയും. നമ്മുടെ മനസ്സിലായില്ലേ? യെസ്, ദാറ്റ് ഓൾ ദാറ്റ് എവറി മൂവ്മെൻറ്റ്, ലൈറ്റിങ്, പ്രോപ്പർട്ടീസ്, ഇതിനെക്കുറിച്ചെല്ലാം വന്നിട്ട് ശ്യാം പുഷ്കർ വളരെ ബോധവാനായിരിക്കും അദ്ദേഹത്തിൻ്റെ കഥ എഴുതുമ്പോൾ. അപ്പോൾ അത് ഒരു വ്യത്യാസമാണ്. പക്ഷെ വിഷ്വലി ടെല്ലിങ് സിനിമകൾ നമുക്ക് മലയാളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സിനിമകളും അതായത് ഭരതൻ്റെ സിനിമകൾ വിഷ്വലി പവർഫുൾ അല്ലേ? ആണോ? പിന്നെ അത് നിങ്ങൾ തന്നെ രണ്ടും പറയണം. അല്ല പിന്നെ ഡയലോഗ്സിൽ കുറെ റിലേ ചെയ്തിരുന്നു ഒരു സമയത്ത്. അതുണ്ടാവുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. ഞാൻ പറഞ്ഞ ഐ വി ശിശുവിന്റെ സിനിമകൾ വന്നിട്ടുള്ളതിനകത്ത് വളരെയധികം ഡ്രാമ നന്നായിട്ട് ചെയ്തിട്ടില്ലേ. പിന്നെ ഇമോഷൻസിനെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുവന്ന് കൈകാര്യം ചെയ്തിരുന്ന ഒരു റൈറ്റർ അല്ലായിരുന്നു വന്നിട്ടുള്ളത്. നമുക്ക് ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട് 80-ൽ. പത്മരാജൻ സാർ, ലോഹിതദാസ്, MT, അതിന് ശേഷം വന്നിട്ടുള്ളതിന് വ്യത്യസ്തമായിട്ടുള്ളതിനകത്ത് ഡെന്നീസ് ജോസഫ്, ഇവരെല്ലാം വന്നിട്ടുള്ളതിനകത്തേക്ക് സൂപ്പർ ഹിറ്റ് ഫിലിമുകൾ കൊടുത്തിട്ടുള്ളതാണ്. ഈവൻ കല്ലൂർ ഡെന്നീസ്, അങ്ങനെ എസ്.എൻ. സ്വാമി, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജോണേഴ്സുകൾ ജനങ്ങൾക്ക് സമ്മാനിച്ച് അതേപോലെ തന്നെ ആ പടങ്ങളെല്ലാം ഇവിടെ സൂപ്പർ ഹിറ്റായിട്ട് പോയിട്ടുള്ള സിനിമകളും കൂടിയാണ്. അങ്ങനെ ഒരു ഒറ്റയടിക്ക് നിങ്ങൾ ഡയലോഗ് ഓറിയൻറ്റഡ് സിനിമയായിരുന്നു എന്ന് മാത്രം പറഞ്ഞ് മലയാള സിനിമേനെ അങ്ങനെ നിങ്ങൾ മാറ്റില്ല. കാരണം മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു സുവർണകാലമായിട്ട് കാണുന്നത് 80-ലെ സിനിമയാണ്. മലയാള 80-ലെ സിനിമകൾ ഇന്നും വന്നിട്ട് ആൾക്കാർ കാണുന്നത് ഏതാണ്? ഇന്നൊരു കൾട്ട് സിനിമയായിട്ട് കണ്ടത് ഏതാ? തൂവാനത്തുമ്പി ആണോ? ഓക്കെ, അതല്ലേ. ഇപ്പോൾ വന്ന് ഇറങ്ങിയതിൽ ഒരുപാട് നമ്മൾ റീമേക്ക് ചെയ്ത് വന്നെങ്കിലും ദേവദൂത് ഇപ്പോഴും വന്ന് ഓഡിയൻസ് പണ്ടത്തെക്കാളും കൂടുതൽ സ്വീകരിച്ചോ? അപ്പോഴോ അന്ന് സ്വീകരിച്ചതിനേക്കാളും കൂടുതൽ അത് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമയായിട്ടാണ് മാറിയത് സിബിയുടെ സിനിമ അല്ലേ? ആ, സിബിനെ പോലുള്ള ഡയറക്ടറൊക്കെ തിരിച്ചു വരേണ്ട ഒരു സമയമായി കഴിഞ്ഞു, അറിയാമോ? അപ്പോൾ ഇതിൽ ഡെഫിനറ്റ് ആയിട്ട് മെൻറ്റേഴ്സ് ആയിട്ടുണ്ട്. സിബിയുണ്ട്, കമലുണ്ട്, രഞ്ജി പണിക്കരുണ്ട്, അന്നത്തെ സൂപ്പർ ഹിറ്റ് ഡയറക്ടേഴ്സ് മുഴുവൻ. കാരണം അവരുടെയൊക്കെ ഒരു അഡ്വൈസ് ഇതിനകത്ത് ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? പി ചന്ദ്രകുമാറുണ്ട്, 150ഓളം സിനിമ എടുത്ത പി ചന്ദ്രകുമാറുണ്ട്. പിന്നെ പ്രൊഡക്ഷനിൽ ഏറ്റവും നല്ല പ്രൊഡ്യൂസറായിട്ടുള്ള ഒരാളാണ് സുരേഷ് കുമാർ. സുരേഷ് കുമാറിൻ്റെ ഇതിൻ്റെ അഡ്വൈസറായിട്ട് മെൻറ്ററായിട്ട്. നമ്മുടെ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ വന്നിട്ടുള്ളതിന് ഒരു കാഴ്ച എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മയിൽ ഉണ്ടായാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനതിനകത്തൊരു ജോലിക്കാരനായിട്ട് തന്നെ നിങ്ങൾ കണ്ടാൽ മതി. എൻ്റെ ജോബ് കോർഡിനേഷൻസ്, കാര്യങ്ങൾ ചെയ്യുക, മനസ്സിലായ എന്ന് തന്നെയായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഞാൻ. കാരണം ഇവരെല്ലാം ഒരുമിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത്. ഓരോരുത്തരിലും ഓരോ കാര്യങ്ങളും ഒരു നിമിത്തങ്ങളുണ്ടല്ലോ. അപ്പോൾ മോഹൻലാലിൻ്റെ മനസ്സിനെ എടുത്ത് ഇവരിലേക്ക് എത്തിച്ച് ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടി
അതിനെ നമ്മൾ ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ആഗ്രഹങ്ങളിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുക. ഇതാണ് എൻ്റെ ദൗത്യം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മോഹൻലാലിൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹത്തിന് ഞങ്ങൾക്ക് അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിനെ നമ്മളെടുത്ത് അതിന് വേണ്ട ആൾക്കാരെ എല്ലാം നമ്മൾ കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഹിറ്റ് മേക്കേഴ്സിനെയും ബെസ്റ്റ് സിനിമോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ അളപ്പനും പി സുകുമാരും ഇവരെല്ലാം ഡയറക്ടേഴ്സുമായിട്ട് നിന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ടീം വന്നിട്ടുള്ള ഒരു ഹൈ പവർ ടീമാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ഇൻഡസ്ട്രിയിൽ ഇതുപോലത്തെ ഒരു ടീമിന് ഇപ്പം ഏതാ ഉള്ളത് നിങ്ങൾ പറഞ്ഞു ഇല്ല. ആ ടീമിൻ്റെ ഒപ്പം, കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു വീക്ക്നെസ്സും അതുകൊണ്ട് ഇവർക്കൊന്നും ബാധിക്കാതിരിക്കാനായിട്ട് അതിലേക്ക് പരിചയസമ്പന്നരായ ഒരു നടന്മാർ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോജക്റ്റ് എന്താ? ഇതിനെ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളതിനകത്തേക്ക് താരങ്ങളില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും എന്നുള്ളതല്ലെങ്കിൽ ചോദിച്ചോളൂ പ്ലീസ്. ഈ പ്രൊജക്ടിന്റെ അനൗൺസ്മെന്റ് ആദ്യ ഘട്ടത്തിൽ പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും അതുപോലെ പല ചാനൽസിലൊക്കെ വന്നൊരു അനൗൺസ്മെന്റ് രവീന്ദ്രന്റെ തിരക്കഥയിൽ ശ്രീ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമ വരുന്നു എന്നായിരുന്നു ആദ്യം. ഒന്നുമല്ല, പിന്നീടാണ് അത് ആന്തോളജി ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലല്ല, രവീന്ദ്രന്റെ തിരക്കഥയൊന്നും അതിനകത്ത് വന്നില്ല. അതിനകത്ത് ഏതിലാ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൽ വന്നത് ആദ്യത്തെ ന്യൂസ് ഇട്ടത് മനോരമയാണ്. മനോരമയിൽ വ്യക്തമായിട്ട് വന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറയണ്ടായിരുന്നു. പിന്നെ വേറെ ആരെങ്കിലും കേട്ടറിഞ്ഞിട്ട് എഴുതിയത് ഞാൻ കണ്ടില്ല. തെറ്റായ വാർത്തയായിരുന്നു. അതൊന്നും ഇല്ലല്ലോ ഇപ്പൊ. ഇല്ല ഞാൻ ചോദിക്കുന്നത്, കാരണം അതിനുശേഷം മാതൃഭൂമി ചെയ്തു, ഇതിനെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള തന്നെ റിപ്പോർട്ടർ ചാനൽ ചെയ്തു, എല്ലാ ചാനലും ചെയ്തു. ഇതിൽ ഏത് ചാനലാണ് ചെയ്യാത്ത? മെയിൻ ചാനൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുടെ പോസ്റ്റാണ് ഞാൻ പറയുന്നത്. രവീന്ദ്രന്റെ എഴുത്തില് മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്, അത് മോഹൻലാൽ ചെയ്യുന്ന. അതൊരു പടം നേരത്തെ വന്ന പടത്തിനെ അവര് പറഞ്ഞായിരിക്കും എന്നും എപ്പോഴും. അല്ലാതെ ഞാനിത് അങ്ങനെയുള്ള ഒരു സാധനമല്ല. ഞാൻ ചോദിച്ചോട്ടെ, മോഹൻലാൽ ചെയർമാൻ ആണല്ലോ, അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ഒരു കഥാപാത്രമായിട്ട് നമുക്ക് ഈ കഥകളിൽ ഏതെങ്കിലും ഒന്നിൽ കാണാൻ പറ്റും? അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ ഇറ്റ്സ് ടു ഏർലി ആക്ച്വലി. ഇത് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഇവർക്ക് വേണ്ടിയിട്ടാണ്, ഈ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഇരിക്കുന്ന ആൾക്കാരെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്. ഇനി ഏതെങ്കിലും ഒരു ആക്ടർ താരങ്ങൾ ഇതിനകത്തേക്ക് വരില്ല അല്ലെങ്കിൽ വരാൻ പാടില്ല എന്നുള്ളൊരു നിയമമൊന്നുമില്ല. കാരണം ഞാനത് അന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അഭിനയിക്കട്ടെ എന്ന് അന്ന് ലാല് പറഞ്ഞ. ഞങ്ങളിത് അവതരിപ്പിച്ചേ അമ്മയുടെ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് മോഹൻലാൽ അവതരിപ്പിക്കുന്ന സമയത്ത്. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു, നമ്മൾ കൂടുതലും എനിക്കങ്ങനെ ടൊവിനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ആ സമയത്ത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൂടുതലും ഈ വർക്കില്ലാത്തവരെയാണ് അഭിനയിക്കാന്ന് പറഞ്ഞപ്പോൾ ലാൽ പറഞ്ഞു ആരെങ്കിലും അഭിനയിക്കണേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഹീസ് എ ചെയർമാൻ, ഹീ ഡിസൈഡ്സ് ഇറ്റ്. ആക്ച്വലി എൻ്റെ ജോബ് ഞാൻ പറഞ്ഞില്ലേ വളരെ ലിമിറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ കണക്ക് കൂട്ടിക്കോ വന്നിട്ട്. ഞാൻ ഇതിൻ്റെ ഒരു നിമിത്തമായിട്ട് നിൽക്കുന്ന ഒരുത്തരായിട്ടാണ്.